ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഇത്. ഒരുപാട് മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ പ്രദേശമാണ്. രാവിലെ തന്നെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് കണ്ണിനൊരു കുളിർമയും റീഫ്രഷ്മെൻറ്റും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് പോയി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതെൻ്റെ പുതിയ മീൻചട്ടിയാണ് കേട്ടോ. അതിനകത്ത് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് അയിലയാണ്. നന്നാക്കി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയില കറിയും അയില വറുത്തതുമാണ് ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ അതേ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അരി ഞാൻ കഴുകി എടുക്കുവാണ് കേട്ടോ. ഒരു 3-4 തവണയൊക്കെ ഞാൻ കഴുകിയിട്ടാണ് അടുപ്പത്തിട്ട് വെക്കുന്നത്. എന്നിട്ട് റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് ഒരു 2 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ വാർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ സമയം കൊണ്ട് മീൻകറിക്ക് വേണ്ടി ഐറ്റംസൊക്കെ അതേ ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഞാൻ. സവാള, പച്ചമുളക്, തക്കാളി, ഇഞ്ചി ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് കഴുകി ചോപ്പറിൽ വെച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് എളുപ്പത്തിന് ചോപ്പ് ചെയ്തെടുക്കുന്നത്. പിന്നെ വേപ്പിൽ ഇവിടെ കിട്ടാനില്ല, വീട്ടിൽ പോയിട്ടുണ്ട് എനിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ദേ ഇങ്ങനെയാണ് ചോപ്പ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ചട്ടിയിൽ ഉദ്ഘാടനമായിട്ട് നമ്മൾ ഇന്ന് മീൻകറി വയ്ക്കാൻ പോവുകയാണ്. പിന്നെ 2 കുടംപുളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല പുളിയുള്ള കുടംപുളിയാണ്. അപ്പോൾ അത് ഇച്ചിരി എടുത്താൽ മതി. ദേ വെളിച്ചെണ്ണ ഒഴിച്ചു. നന്നായിട്ട് ഇതായി വരുമ്പോൾ നമ്മളിപ്പോൾ ഈ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം കൂടി അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. വേണമെങ്കിൽ ഒരു ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ഇടാറുള്ളൂ. എനിക്ക് അങ്ങനെ പെട്ടെന്ന് വാടി കിട്ടുമ്പോൾ അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ ഇതുവരെ. അതിൻ്റെ കൂടെ ഈ മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഞാനൊരു 3 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മുളകേറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 3 ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് അനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പുളിയൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാനുണ്ടാക്കുന്ന സ്റ്റൈലിലാണ് കേട്ടോ കാണിച്ചു തരുന്നത്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അയിലിട്ട് കൊടുക്കാം. അയില ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അതിൻ്റെ കൂടെ ബാക്കിയുള്ളത് ഞാൻ വറുത്തും കൂടി എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മീൻകറിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. കാണുമ്പോൾ തന്നെ നല്ലൊരു അടിപൊളിയല്ലേ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ, അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അതേ നമുക്ക് ചോറ് വയ്ക്കാനുള്ള സമയമായി. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ.